വേനൽ കടുത്തതോടെ ക്ഷീരകർഷകരുടെ ദുരിതവും വർദ്ധിച്ചു. കാർഷിക മേഖലയിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ക്ഷീരകർഷകർ. ഇവരുടെ ദുരിതം കൂടുതലും ശ്രദ്ധിക്കപ്പെടാറില്ലെന്നാണ് പരാതി. പുലർച്ചെ മുതൽ തുടങ്ങുന്ന അധ്വാനം വൈകിട്ട് ഏറെ വൈകുവോളം നീളും. സാഹചര്യം മാറിയപ്പോൾ കാലികളെ വളർത്തി പരിപാലിക്കുന്നത് പ്രയാസകരമാണെന്ന് ക്ഷീരകർഷകർ പറഞ്ഞു. വീട്ടിൽ ഒരു പശുവിനെ വളർത്തിയാൽ പോലും കുടുംബത്തിലുള്ളവരുടെ മുഴുവൻ അംഗങ്ങളുടെയും പരിചരണം വേണ്ടിവരുമെന്നാണ് ക്ഷീരകർഷകർ പറയുന്നത്. പാരമ്പര്യമായി തുടങ്ങിയ കാലി വളർത്തൽ തുടർന്നു പോവുകയാണെന്നും ഒരു കർഷക തൊഴിലാളിക്ക് ഒരു ദിവസം ലഭിക്കുന്ന വേതനത്തിന്റെ 4/1 ഒരു പശുവിനെ പകലന്തിയോളം ശുശ്രൂഷിച്ചാൽ കിട്ടില്ലെന്നുമാണ് ഇവർ പറയുന്നത്. വേനൽ തുടങ്ങിയാൽ തീറ്റയ്ക്കുള്ള പുൽശേഖരണത്തിനാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രയാസപ്പെടുന്നത്. കാലികൾക്ക് പച്ചപ്പുല്ല് തീറ്റയായി കൊടുത്തില്ലെങ്കിൽ പാൽ പകുതിയായി കുറയുമത്രേ. വൈക്കോലിനും കാലിത്തീറ്റയ്ക്കും തീവിലയാണ്. പഞ്ചായത്ത് തലത്തിൽ പോലും കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നില്ലെന്നാണ് ക്ഷീരകർഷകർ പറയുന്നത്. വേനലാകുമ്പോൾ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കൊണ്ടുപോകാനൊക്കെ. കാര്യം വളർത്താൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് പോകണമെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറം പോകണം മലയ്ക്ക്. ആടുകളെ കൊണ്ടുപോകണമെങ്കിൽ പോണ്ടപ്പാറ, കുട്ടാടമല അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകണം. പൊതുവെ എല്ലാം കൊണ്ട് വേനലാകുമ്പോൾ വലിയ ഒരു 5-6 മാസം ബുദ്ധിമുട്ട് തന്നെയാണ് പൊതുവെ. പിന്നെ വേണ്ടത്ര ആനുകൂല്യങ്ങളൊന്നും അതിന് ഇത് പഞ്ചായത്ത് തലത്തിലൊന്നും കിട്ടുന്നില്ല. ശരിക്കും ഒരു കർഷകരെ അതിൻ്റെതായ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലാകുന്നില്ല ബഹുമാനങ്ങൾ ഒരു അറിയിക്കുന്നില്ല. വേണ്ടത്ര വിലകളോ പിന്നെ വളമൊക്കെ തമിഴ്നാടിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയ വളത്തിന് വലിയ ഇതില്ല, ഡിമാൻഡ് കമ്മിയാണ്. സർക്കാർ വേണ്ടത്ര കന്നുകാലികളെ നോക്കുന്നവർക്ക് ഒരു ഇൻഷുറൻസോ ഒരു കുടുംബത്തിന് ഒരു പരിരക്ഷകളൊന്നും നൽകുന്നില്ല. പിന്നെ പാലിൻ്റെ ഉൽപ്പാദനത്തിന് പറഞ്ഞാൽ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന പാലുകൊണ്ട് പാലിന് പൊതുവെ വില കുറച്ചാണ് എല്ലാവരും കാണുന്നത്. പിന്നെ വളത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അന്യനാട്ടിൽ നിന്ന് വളം വരുമ്പോൾ വളത്തിന് ഡിമാൻഡ് എല്ലാവരും കുറച്ചാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ടായാലും ഗവൺമെൻറ് ആയാലും സർക്കാരായാലും അതിനൊരു ആരെയും പരിഗണിക്കുന്നില്ല. കാല് ക്ഷീരകർഷകർ ഇവർ ഇതിൽ പ്രകടിപ്പിക്കുന്നില്ല. മലയോര മേഖലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ പാടങ്ങൾ കമുങ്ങിനും റബ്ബറിനും വഴിമാറിയതോടെ പ്രദേശത്ത് വൈക്കോൽ കിട്ടാക്കനിയായി. പല ക്ഷീരകർഷകരും പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് വൈക്കോൽ എത്തിക്കുന്നത്. അതിന് അമിത ചിലവും വരുന്നുണ്ട്. സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ തളർത്തുന്ന ഗുണമേന്മയില്ലാത്ത മറുനാടൻ പാലിനെ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. മിൽമ പാലിലും വില കുറച്ച മറുനാടൻ പാലും തൈരും വീടുകൾ വഴിയും ഹോട്ടലുകളിലും വിതരണം നടത്തുന്നതും ക്ഷീരകർഷകരെ സാമ്പത്തിക പ്രയാസത്തിലാക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഗുണമേന്മയില്ലാത്ത ചാണകപ്പൊടി കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് വിതരണം നടത്തുന്നതിനെ തുടർന്ന് ഇവിടുത്തെ കാലി വളത്തിന് ആവശ്യക്കാരില്ലാതായതും ക്ഷീരകർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു. ക്ഷീരകർഷകരുടെ നിലനിൽപ്പിന് വേണ്ടി സർക്കാർ പ്രത്യേക പദ്ധതിക്ക് ഊന്നൽ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. പാൽവില വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പലിശരഹിത ലോണുകൾ, കുടുംബത്തിന് സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ, സൌജന്യ ചികിത്സാ പദ്ധതി, ക്ഷീരകർഷക പെൻഷൻ, അവരുടെ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ധനസഹായം, സൌജന്യ കാലിത്തീറ്റ തുടങ്ങിയവയ്ക്ക് ലഭിക്കേണ്ടത് ക്ഷീരകർഷകരുടെ അവകാശമാണെന്നാണ് കർഷകരുടെ പക്ഷം. എന്നാൽ ഇതൊന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. എന്നെ സംബന്ധിച്ചോളം കർഷകരെ സംബന്ധിച്ചോളം പറയാച്ചാൽ എൻ്റെ ജീവിതമാർഗ്ഗം ഈ ആടുവളർത്തൽ തന്നെയാണ്. അതിന് യാതൊരു ഇൻഷുറൻസോ പിന്നെ കുടുംബത്തിന് വേണ്ടി പരിരക്ഷകളോ പിന്നെ ആരോഗ്യം ഒരു ഇൻഷുറൻസോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഷുറോ ഒന്നും ശരിയാണെന്നില്ല. ഞാൻ 30 വർഷമായി ആടുകളെ കൊണ്ട് വളർത്തി തുടങ്ങിയിട്ട് എൻ്റെ ജീവിതമാർഗ്ഗം തന്നെ അതാണ് പൊതുവെ. ഞങ്ങൾ ക്ഷീരകർഷകരെ സംബന്ധിച്ചോളം പിന്നെ കാലി വളർത്തൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ലോണുകൾ പിന്നെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ പിന്നെ പരിരക്ഷകൾ പിന്നെ വളത്തിനും പാലിനൊക്കെ വേണ്ടത്ര വിലകൾ കൂട്ടി കർഷകരെ സംബന്ധിച്ചോളം അതൊരു പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെതായ ഒരു യഥാർത്ഥ വില നിശ്ചയിച്ച് കർഷകരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കർഷകരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസോ ആടുകൾക്ക് വേണ്ട ഇൻഷുറോ കുടുംബത്തിന് വേണ്ട ഇൻഷുറുകളോ ഒന്നും സർക്കാർ തലത്തിൽ ഇതുണ്ടാക്കിയിട്ടില്ല. അതിനൊക്കെ സർക്കാർ മുൻകൈ എടുത്ത് ഞങ്ങൾക്കെല്ലാം ശരിയാക്കി തരണമെന്ന് പറയുന്നു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.